പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 97ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപരാജിത എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി വളരുന്നതും ധാരാളം ഔഷധ ഗുണങ്ങൾ ഉള്ളതുമായ ശംഖുപുഷ്പത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ക്ലിറ്റോറിയ ടെർനേഷ്യ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ശംഖുപുഷ്പം ഒരു കൊഞ്ചുഷെല്ലിൻ്റെ, സംസ്കൃതത്തിൽ ശംഖിൻ്റെ ആകൃതിയിലുള്ള പൂക്കൾ വിരിയുന്ന ഒരു വള്ളിച്ചെടിയാണ്. ഒരു ഹെർബായ ഈ സസ്യത്തിൻ്റെ പൂക്കൾക്ക് ശംഖിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ടാണ് സസ്യത്തിന് ശംഖുപുഷ്പം എന്ന പേര് വന്നത്. വള്ളിച്ചെടിയായി വളരുന്ന ശംഖുപുഷ്പം നീല, വെള്ള എന്നിങ്ങനെ രണ്ടിനമുണ്ട്. അവ യഥാക്രമം ക്ലിറ്റോറിയ ടെർനേഷ്യ, ക്ലിറ്റോറിയ ആൽബ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഫാബേസിയേ സസ്യകുടുംബത്തിൽ ഉൾപ്പെട്ട ശംഖുപുഷ്പത്തിൻ്റെ ജന്മദേശം ഇന്തോനേഷ്യയും മലേഷ്യയുമാണ്. കൃത്യമായി പറഞ്ഞാൽ ഇന്തോനേഷ്യൻ ദ്വീപായ ടെർനേറ്റ് അഥവാ സിറ്റി ഓഫ് ടെർനേറ്റ് ആണ്. ആയുർവേദത്തിൽ അപരാജിത എന്ന പേരിൽ അറിയപ്പെടുന്ന ശംഖുപുഷ്പത്തിൻ്റെ മറ്റു പേരുകളാണ് ബട്ടർഫ്ലൈ പീ, ബ്ലൂബെൽ വൈൻ, ഏഷ്യൻ പീജിയൻ വിങ്, കോർഡോഫാൻ പീ, ഡാർവിൻ പീ, ബ്ലൂ പീ എന്നിവ. 1 മുതൽ 2 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ബഹുവർഷിയായ ശംഖുപുഷ്പം നീല, വെള്ള എന്നീ നിറങ്ങളിൽ കൂടാതെ പർപ്പിൾ നിറത്തിലും കാണപ്പെടുന്നു. 5 or 6 ചെറിയ ഇലകൾ ഒറ്റഞ്ഞെട്ടിൽ കാണപ്പെടുന്നു. ഇലകൾക്ക് ദീർഘവൃത്താകൃതിയാണ് ഉള്ളത്. മനോഹരമായ പൂക്കൾ ഒറ്റയായി ഉണ്ടാവുന്നു. പൂക്കളുടെയും ഫലങ്ങളുടെയും ആകൃതി പയർ ചെടിയിലേതുപോലെയാണ്. ചെടിയുടെ ഏറ്റവും പ്രകടമായ ആകർഷണം പൂക്കളുടെ നിറം തന്നെയാണ്. കടും നീല നിറത്തിൽ ഒറ്റയായി കാണപ്പെടുന്ന പൂക്കളിൽ നേരിയ മഞ്ഞ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. പൂക്കൾക്ക് 4 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വിസ്തൃതിയും ഉണ്ടാവും. ചില വെറൈറ്റികളിൽ മാത്രമാണ് പിങ്ക് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്നത്. ഒരു വള്ളിച്ചെടിയായോ ഇഴവള്ളിയായോ വളരുന്ന ശംഖുപുഷ്പം നനവുള്ളതും നിർവീര്യവുമായ മണ്ണിലാണ് നന്നായി വളരുന്നത്. ഈ സസ്യത്തിൻ്റെ ഫലത്തിൽ വിത്തുകൾ നിരനിരയായി അടുക്കിയിരിക്കും. പയറിൻ്റെ ആകൃതിയുള്ള ഫലങ്ങൾക്ക് 5 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. പരന്ന് കാണപ്പെടുന്ന ഫലങ്ങളിൽ ഓരോന്നിലും 6 മുതൽ 10 വരെ വിത്തുകൾ ഉണ്ടാവും. മൂപ്പെത്താത്ത അവസ്ഥയിൽ ഈ ഫലങ്ങൾ ഭക്ഷ്യയോഗ്യമാണ്. ധാരാളം ഉപയോഗങ്ങളുള്ള സസ്യമാണ് ശംഖുപുഷ്പം. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നായി ശംഖുപുഷ്പം ഉപയോഗിക്കുന്നു. കൂടാതെ ഭക്ഷ്യവസ്തുക്കൾക്ക് നിറം നൽകാനും ഹെർബൽ ടീ ഉണ്ടാക്കാനും പൂക്കൾ ഉപയോഗിക്കുന്നു. പൂവിട്ട് തിളപ്പിച്ച വെള്ളം കട്ടൻ ചായ പോലെ ഉന്മേഷദായകമായ ഒരു പാനീയമായി ഇപ്പോൾ കരുതുന്നു. ഇതളുകൾ മാത്രം എടുത്ത് തിളപ്പിച്ച് പഞ്ചസാര ചേർക്കാതെ കഴിക്കുന്നതാണ് ഉത്തമം. ശംഖുപുഷ്പത്തിൻ്റെ വേരിന് മൂർഖൻ പാമ്പിൻ്റെ വിഷം നിർവീര്യമാക്കാൻ ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്നു. ഉന്മാദം, ശ്വാസകോശ രോഗം, ഉറക്കമില്ലായ്മ,
തൊണ്ടവീക്കം, പനി, മാനസിക രോഗങ്ങൾ എന്നിവയ്ക്ക് സസ്യഭാഗങ്ങൾ മരുന്നായി ഉപയോഗിക്കുന്നു. സസ്യം സമൂലം ഔഷധമാണ്. ന്യൂറോ ട്രാൻസ്മിറ്ററായ അസറ്റൈൽ കോളൈൻ്റെ അളവ് വർദ്ധിപ്പിച്ച് ഓർമ്മശക്തിയും തലച്ചോറിൻ്റെ പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. ഗ്ലൂക്കോസിൻ്റെ ആഗിരണത്തെ നിയന്ത്രിച്ച് ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കുന്നതിനും അർബുദ സാധ്യത കുറയ്ക്കുന്നതിനും സസ്യം സഹായകമാണ് എന്ന് ചില പഠനങ്ങൾ പറയുന്നു. ഏഷ്യയിലെ പരമ്പരാഗത സമൂഹങ്ങളിൽ ചായമായും ഭക്ഷ്യവസ്തുക്കൾക്ക് നിറം കൊടുക്കുന്ന പ്രകൃതിദത്തമായ പദാർത്ഥമായും സസ്യത്തിൻ്റെ പൂക്കൾ ഉപയോഗിക്കുന്നു. വെണ്ണയിൽ മുക്കിയെടുത്ത് വറുത്ത പൂക്കൾ ബർമ്മയിലെയും തായ്ലൻഡിലെയും ഭക്ഷ്യവിഭവങ്ങളിൽ ഒന്നാണ്. തായ്ലൻഡിലും വിയറ്റ്നാമിലും ലഹരി പാനീയങ്ങൾക്ക് പിങ്ക്, പർപ്പിൾ നിറം നൽകാൻ പൂക്കൾ കൊണ്ടുണ്ടാക്കുന്ന ഹെർബൽ ടീ തേനും നാരങ്ങ നീരും ചേർത്ത് ഉപയോഗിക്കുന്നു. സസ്യത്തിൻ്റെ എക്സ്ട്രാക്റ്റിന് ഔഷധശാസ്ത്രപരമായി ധാരാളം പ്രത്യേകതകൾ ഉണ്ട്. ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി പൈററ്റിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, അനാൽജസിക്, ഡൈയൂററ്റിക്, ലോക്കൽ അനസ്തെറ്റിക്, ആൻറ്റി ഡയബറ്റിക്, ഇൻസെക്ടിസൈഡൽ, ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് അഗ്രിഗേഷൻ എന്നീ ഗുണങ്ങൾ സസ്യഭാഗങ്ങൾ പ്രകടിപ്പിക്കുന്നു. തലച്ചോറിനെ ശാന്തമാക്കാനുള്ള കഴിവുള്ളതിനാൽ വെർട്ടിഗോ അഥവാ തലചുറ്റൽ, തലച്ചോറിൻ്റെ ക്ഷീണം, മലബന്ധം, മഞ്ഞപ്പിത്തം, പൈൽസ്, വ്രണങ്ങൾ എന്നിവയുടെ ചികിത്സയിൽ സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. നിർദ്ദേശിക്കപ്പെട്ട അളവിൽ ദിവസവും ശംഖുപുഷ്പത്തിൻ്റെ ഹെർബൽ ടീ ഉപയോഗിച്ചാൽ അത് സ്ട്രെസ് അഥവാ പിരിമുറുക്കം കുറയ്ക്കുന്നതിനും ശരീരത്തിൻ്റെ മൊത്തം ഉന്മേഷത്തിനും സഹായകമാണ്. എന്നാൽ കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളവർ ഈ ഹെർബൽ ടീ ഉപയോഗിക്കരുത് എന്ന് നിഷ്കർഷിക്കുന്നു. ത്വക്കിലുണ്ടാവുന്ന റാഷസ്, ചൊറിച്ചിൽ, നീർവീക്കം എന്നീ അലർജി രോഗങ്ങൾക്കും സസ്യം ഔഷധമാണ്. മദ്യപാനാസക്തി കുറയ്ക്കുന്നതിനും സസ്യം സഹായകമാണ്. അലങ്കാര സസ്യമായി വളർത്തപ്പെടുന്ന ശംഖുപുഷ്പത്തിന് അധികം പരിചരണത്തിൻ്റെ ആവശ്യമില്ല. പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു സസ്യം കൂടിയാണ് ശംഖുപുഷ്പം. തൊട്ടാവാടിക്കും പയർച്ചെടികൾക്കും സാധിക്കുന്നത് പോലെ ഈ സസ്യത്തിനും അന്തരീക്ഷത്തിലെ നൈട്രജനെ ഉപയോഗപ്രദമായ രീതിയിൽ വേരുകളിൽ ശേഖരിച്ചു വയ്ക്കാൻ സാധിക്കും. ശാസ്ത്രഭാഷയിൽ ഈ പ്രക്രിയയെ നൈട്രജൻ ഫിക്സിംഗ് എന്ന് പറയുന്നു. അതുവഴി മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിപ്പിക്കാൻ സസ്യം സഹായിക്കുന്നു. സസ്യത്തിൽ അടങ്ങിയിട്ടുള്ള രാസഘടകങ്ങളാണ് ട്രൈ ടെർപ്പനോയിഡ്സ്, ഫ്ലാവനോൾ ഗ്ലൈക്കോസൈഡ്സ്, ആൻഡോസയാനിൻസ്, സ്റ്റിറോയിഡ്സ്, സൈക്ലിക് പെറ്റൈഡ്സ് എന്നിവ. ശംഖുപുഷ്പത്തിൻ്റെ നീല നിറത്തിന് കാരണം അതിൽ അടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ആൻഡോസയാനിൻ എന്ന വർണ്ണവസ്തുക്കളാണ്. സസ്യത്തിൻ്റെ പരാഗരേണുക്കൾ വളരെ ചെറുതാണ്. ആഫ്രിക്ക, ഓസ്ട്രേലിയ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ പരിചയപ്പെടുത്തിയ ഈ സസ്യത്തിന് അധികമായ കീടബാധയോ രോഗങ്ങളോ ബാധിക്കാറില്ല. വളരെ അപൂർവമായി വൈറ്റ് ഫ്ലൈ എന്ന ഒരിനം ശലഭം സസ്യത്തെ ആക്രമിക്കാറുണ്ട്. അഴകും ഔഷധഗുണവും ഒത്തിണങ്ങിയ ശംഖുപുഷ്പത്തിൻ്റെ തൈകൾ നട്ടുവളർത്തൂ, ഉദ്യാനം അലങ്കരിക്കൂ. നഴ്സറികളിൽ ഇവയുടെ തൈകൾ ലഭ്യമാണ്. സസ്യത്തിന് പടർന്നു കയറാനായി അനുയോജ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയാൽ വളരെ ആകർഷകമായ രീതിയിൽ നട്ടുവളർത്താം. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.